പ്രതിപക്ഷ ശബ്ദം മുഴങ്ങിക്കേട്ട് 18ാം ലോക്സഭയിലെ ആദ്യ പാർലമെന്റ് സമ്മേളനം. ഒരു ദശാബ്ദത്തിന് ശേഷം സഭയുടെ 1/3 കൂടുതൽ സീറ്റുകൾ കൈവശപ്പെടുത്തിയ പ്രതിപക്ഷം അടിക്ക് തിരിച്ചടിയായി ആവേശത്തോടെ നിന്നത് വേറിട്ട കാഴ്ചയായി. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ വീറ്. പതിവ് പോലെ മോദിയും ജയ് ശ്രീറാം വിളികളുമായി ഭരണപക്ഷവും കളം നിറഞ്ഞു. ഇതോടെ 18ാം ലോക്സഭയുടെ സമ്മേളനങ്ങൾ സംഭവബഹുലമാകുമെന്ന് ഉറപ്പായി. പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോരാട്ടം ശക്തമാക്കുമെന്ന സൂചനയാണ് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം നൽകിയത്. സഭ ചേരുന്നതിന് അരമണിക്കൂർ മുൻപേ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ഒത്തുചേർന്ന ശേഷമാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ എത്തിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടന നീണാൽ വാഴട്ടെ, ആരാണ് ഭരണഘടനയെ സംരക്ഷിക്കുക, നമ്മൾ സംരക്ഷിക്കും എന്ന മുദ്രാവാക്യം വിളിച്ചും ഭരണഘടനയുടെ പതിപ്പുകൾ ഉയർത്തിപ്പിടിച്ചുമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് നടന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടേം സ്പീക്കർ പദവി നൽകാതിരുന്നതിലായിരുന്നു ആദ്യ പ്രതിഷേധം. പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബിനു മുമ്പാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രിയെ വിളിച്ച വേളയിൽ NDA അംഗങ്ങൾ കരഘോഷം മുഴക്കി. ജയ് ശ്രീറാം വിളികളും ഭാരത് മാതാ കി ജയ് വിളികളും ഉയർന്നു. ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം മോദിയെ വരവേറ്റത്. ഭരണഘടന കയ്യിൽ പിടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൈകൂപ്പുന്നത് കാണാമായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും സമാന രംഗങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എത്തിയപ്പോൾ നീറ്റ് നാണക്കേടാണ് എന്ന് പ്രതിപക്ഷം വിളിച്ചു പറഞ്ഞു. ഫെബ്രുവരിയിൽ നടന്ന 17ാം ലോക്സഭയുടെ അവസാന ദിനം ജയ് ശ്രീറാം, അബ് കി ബാർ, ചാർ സൗ ബാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് BJP സഭ വിട്ടിരുന്നത്. അതിത്തവണ മോദി മോദി എന്നതിലേക്ക് മാത്രം ചുരുങ്ങി. പ്രതിപക്ഷത്തിന്റെ ആദ്യ നിരയിൽ രാഹുൽ ഗാന്ധിക്കടുത്ത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച അവധേഷ് പ്രസാദ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം, തെലുങ്ക്, ഡോഗ്രി, ബംഗ്ല, അസമീസ്, ഒഡിയ, ഗുജറാത്തി, മലയാളം ഭാഷകളിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിജ്ഞയ്ക്ക് മുമ്പ് കേരളത്തിൽ നിന്നുള്ള MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുകൂടി വിളിച്ചു. പരമ്പരാഗത വേഷത്തിലായിരുന്നു മിക്ക MP-മാരും. അസമിൽ നിന്നുള്ള അംഗങ്ങൾ വെള്ളയും ചുവപ്പും നിറമുള്ള ഗഞ്ചകൾ ധരിച്ചാണ് എത്തിയത്. ബംഗാളി ധോത്തി ധരിച്ചാണ് TMC MP കീർത്തി ആസാദ് വന്നത്. ചുവപ്പും കറുപ്പുമുള്ള സാരി ധരിച്ച് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ എത്തിയപ്പോൾ ഓറഞ്ച് സാരി എടുത്താണ് DMK അംഗം തമിഴച്ചി സുമതി വന്നത്. DMK MP കനിമൊഴിയുടെ കയ്യിൽ കേരളത്തിൽ നിന്നുള്ള അംഗം സമ്മാനിച്ച S ഹരീഷിന്റെ നോവലായ മീശയുടെ പരിഭാഷയുമുണ്ടായിരുന്നു. അതേസമയം മുദ്രാവാക്യങ്ങളല്ല, കാമ്പുള്ള നടപടികളും ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷവുമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിനു മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച പ്രധാനമന്ത്രി 1975-ലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഓർമ്മിപ്പിച്ച് കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനമുയർത്തി. നമ്മുടെ ഭരണഘടനയിൽ ഒരു കറുത്ത നിഴൽ വീണ ദിവസത്തിന്റെ വാർഷികമാണ് ജൂൺ 25. അത്തരമൊരു കറ ഇനി ഒരിക്കലും രാജ്യത്ത് ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഭരണഘടന പൂർണ്ണമായി തള്ളപ്പെടുകയും ജനാധിപത്യം അടിച്ചമർത്തപ്പെടുകയും രാജ്യം ജയിലായി മാറുകയും ചെയ്ത ആ ദിവസം പുതിയ തലമുറ മറക്കില്ല. അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കുന്നതിന് ജനാധിപത്യവും ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യങ്ങളും സംരക്ഷിക്കാൻ പൗരർ പ്രതിജ്ഞയെടുക്കണം. ഭരണഘടനാ സംരക്ഷണം എന്ന പ്രതിപക്ഷ മുദ്രാവാക്യത്തെ പ്രതിരോധിച്ച് മോദി പറഞ്ഞു. 3ാം തവണ ജനം അവസരം നൽകിയതിലൂടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം 3 മടങ്ങ് വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി. എന്നാൽ നീറ്റ് UG ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതെന്ന് വിമർശിച്ച പ്രതിപക്ഷം കഴിഞ്ഞ 10 വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് മോദി മറന്നുവെന്നും കുറ്റപ്പെടുത്തി.